മുണ്ടിയരുമ മൂന്നുമുക്കുപാറയിൽ ഭഗവതി ദീപത്തറ ക്ഷേത്രത്തിൽ 4ാമത് കുംഭഭരണി മഹോത്സവവും പൊങ്കാലയും നടന്നു. 3-4 തീയതികളിലായി നടത്തപ്പെടുന്ന തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല അർപ്പിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹോമം, കലശം, മഹാപ്രസാദമുട്ട, മഹാഗുരുതി പൂജ, ഗാനമേള, പ്രാദേശിക കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹായാഗങ്ങൾ പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സ്ത്രീകളിടുന്ന പൊങ്കാല. ഇതിലൂടെ പൂർണ്ണ ഫലസിദ്ധി പ്രാപ്തമാകുമെന്നാണ് വിശ്വാസം. പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അംശങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദവും ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന മൺകലവും അരിയും മറ്റു ഭൂതങ്ങളായ ആകാശം, അഗ്നി, ജലം എന്നിവയും ചേർന്നതാണ് യഥാർത്ഥ പൊങ്കാല. പൊങ്കാല അർപ്പിക്കുമ്പോൾ ശരീരത്തിലുള്ള വിഷം മാറിക്കിട്ടുമെന്നാണ് ശാസ്ത്രം. ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവരുന്ന ദീപം ഭണ്ഡാര അടുപ്പിലേക്കും പിന്നീട് മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കും വ്യാപിപ്പിച്ച് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ചൊല്ലി ഭക്തർ പൊങ്കാല അർപ്പിക്കുമ്പോൾ തങ്ങളുടെ സർവ്വദുഃഖവും അതിൽ അലിഞ്ഞു ചേരുന്നു. കുംഭം 19-20 തീയതികളിലായാണ് മൂന്നുമുക്ക് ഭഗവതി ദീപത്തറ ക്ഷേത്രത്തിൽ തിരുവുത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കോമ്പയാർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും പൂത്താലങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ തിടമ്പ് ഘോഷയാത്ര നടക്കും. ആദ്യ ദിവസമായ ഇന്ന് നടന്ന പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. ക്ഷേത്രം തന്ത്രി രജീഷ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആദിമവാസികൾ ഇവിടെ വിളക്കുവെച്ച് ആരാധന നടത്തിയിരുന്നതായാണ് വിശ്വാസം. ഓരോ വർഷം കഴിയുന്തോറും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. കുടിയേറ്റ കാലം മുതൽ നമ്മളിവിടെ തിരിതെളിച്ചുകൊണ്ടിരുന്ന ഒരു അമ്പലമാണിത്. ദീപത്തറയാണ്. ഇപ്പൊ 4ാമത് കുംഭഭരണിയും പൊങ്കാലയും ആയി നമ്മൾ നടത്തപ്പെടുകയാണ്. നമ്മുടെ ദീപത്തറയിൽ എല്ലാ മാസവും മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച തിരുമേനി നിത്യപൂജയുള്ളതാണ്. അത് എല്ലാ മാസങ്ങളും നടത്തി വരുന്നതാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിവേദ്യം പൂജയും അന്നദാനവും വഴിപാടുകളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികളായ സുരേഷ് ബാബു, ഷാജി കക്കാമ്പറമ്പിൽ, സുകേശൻ താന്നിക്കൽ, രമേശ് എലിത്തറ, പ്രസാദ് മതിയത്ത്, അനീഷ് KP എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.